ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് റെസിപ്പീസ്. എല്ലാവർക്കും നൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നുമല്ല, ഇന്ന് നമ്മളുടെ പറമ്പ് ഒക്കെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും ഒക്കെ ചേർത്തുള്ള ഒരു വീഡിയോയും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് കുക്കിംഗ് റെസിപ്പീസൊക്കെ ഇടുന്ന ഒരു ചാനലാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാ തവണയും ഞാൻ പോകുമ്പോഴേക്കും ഇങ്ങനൊരു ക്ലീനിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനില്ലെങ്കിൽ തന്നെ ഉമ്മ എല്ലാം വൃത്തിയാക്കി ഇടിയിക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ പറമ്പിൽ കുറേ മരങ്ങളുണ്ട് കേട്ടോ. കുറേ ഫ്രൂട്ട്സിൻ്റെ കുറേ മരങ്ങൾ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കോഴിക്കൂടും വിറകിൻ്റെ മുറിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ താമസമൊന്നുമില്ല ഇവിടെ. അപ്പം വെക്കേഷന് വരുമ്പോൾ മാത്രമേ താമസിക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മളങ്ങനെ കോഴിയൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഒരുപാട് പറമ്പൊന്നുമില്ല, അത്യാവശ്യം പറമ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു കുമ്പളങ്ങ നമ്മൾ നട്ടു വെച്ചതൊന്നുമല്ല, തന്നെ അത് കിളിച്ചതാണ്. നമ്മളെന്തെങ്കിലും ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കൊണ്ടിടില്ലേ, അങ്ങനെ എങ്ങനെയോ കിളിച്ച് വന്നതാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചാമ്പയുണ്ട്, ലൗലൂലിക്ക, അങ്ങനെ കുറേ മരങ്ങളുണ്ട്. അത് തന്നെ കായ്ക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഇതാണ്. ഇത് ഒരു വെള്ള ചാമ്പയാണ്. അത് പൂത്തിട്ടേ ഉള്ളൂ, ഇതുവരെ കായ്ച്ചിട്ടില്ല. വെള്ള കളറിലായിരിക്കും ആ ചാമ്പയ്ക്ക ഉണ്ടാകുന്നത്. പിന്നെ സാധാരണ ഉള്ള ചാമ്പയുണ്ട്, അത് മൊത്തം കായ്ച്ചിപ്പുണ്ട്. അത് നമ്മൾ അച്ചാറിടണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ലൗലോലിക്ക, ഇന്നലെ ഞാനിട്ട വീഡിയോ ലൗലോലിക്കയുടെ അച്ചാറിൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ ലൗലോലിക്ക മൊത്തം നമ്മളങ്ങ് പൊഴിഞ്ഞു പോകും. അപ്പോൾ നമ്മളത് കറക്റ്റ് ഇതേപോലെ ലാഡറിൽ കയറി ഒന്ന് വേണം ലൗലോലിക്ക പറിക്കാനായിട്ട്. അല്ലാതെ നമ്മൾ കുലുക്കിയൊക്കെ ഇട്ടെങ്കിൽ താഴെ വീണു പോകും. അപ്പോൾ ഈ ഒരു ചെറിയ കൊട്ട നിറച്ച് നമുക്ക് ലൗലോലിക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ചെടുത്ത് അച്ചാർ വിട്ടു. അപ്പോൾ പലതരത്തിൽ നമുക്ക് അച്ചാർ ഇടാനായിട്ട് പറ്റും ലൗലോലിക്ക. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്ഥിരമായിട്ട് ഞങ്ങളുടെ വീട് ഒക്കെ വൃത്തിയാക്കാനായിട്ട്, പറമ്പൊക്കെ വൃത്തിയാക്കാൻ വരുന്ന റൂബിച്ചേട്ടനാണിത്. പിന്നെ ഞങ്ങൾ പറമ്പെന്നല്ല, ശരിക്കും ഞങ്ങൾ ഇവിടെ കൊല്ലത്തൊന്നും പറയും, നമ്മൾ അയ്യം എന്നാണ് പറയാറുള്ളത്. പിന്നെ ഞാൻ ഈ പറമ്പെന്നൊക്കെ പറഞ്ഞത് അയ്യെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ട് തന്നെ ഞാനങ്ങ് പറമ്പെന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് സപ്പോട്ടയാണ്, ചിക്കു. ഞാൻ സപ്പോട്ടയുടെ ഷെയ്ക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കും. അത് കുറേ കാകൾ കിടപ്പുണ്ട്. ഇത് പിന്നെ അടയ്ക്കാമരമാണ്, കവുങ്ങെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ കവുങ്ങെന്നാണ് പറയുന്നത്, അടയ്ക്കാമരം എന്നും പറയും. മുള ഉണ്ടായിരുന്നു. അപ്പോൾ മുളയുടെയൊക്കെ കമ്പൊക്കെ വെട്ടി ഉമ്മ ഇങ്ങനെ അതിൻ്റെ തോട്ടി കെട്ടാൻ വേണ്ടി ഇങ്ങനെ കമ്പ് സ്ട്രെയിറ്റ് ചെയ്യാനായിട്ട് കല്ലൊക്കെ വെച്ചേക്കുക. ഇത് വലിയൊരു അവക്കോട മരമാണ്, പക്ഷേ ഇതുവരെയും ഇതിൽ കായൊന്നും വന്നിട്ടില്ല. മരം ഭയങ്കര വലുതാണ്, പക്ഷേ ഇതുവരെ അതിൽ കായ്ച്ചിട്ടില്ല അവക്കോട. പിന്നെ ചീമപ്പുളി ഉണ്ട്, മൾബറി ഉണ്ട്, പിന്നെ സീതപ്പഴമില്ല അല്ലേ, കസ്റ്റാർഡ് ആപ്പിൾ, അതുണ്ട്, ആത്തക്ക ഉണ്ട്. ചിക്കുവൊക്കെ ഇഷ്ടം പോലെ കായ്ച്ച കിടപ്പുണ്ട്. അപ്പം ഞാനത് ചിക്കു ഷേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഇതെന്താ രണ്ട് സംഭവം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ഒരു പൈപ്പാണിത്. നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് ഒന്നും കൊണ്ട് പറമ്പിൽ എവിടെ ഇടേണ്ട ആവശ്യമില്ല. 2 പൈപ്പ് നമ്മൾ വയ്ക്കും. ഒരെണ്ണം ഫില്ലാവുമ്പം നമ്മൾ അടുത്തതിൽ നിറയ്ക്കും. പ്ലാസ്റ്റിക് ചിരട്ട അതൊന്നും ഇടരുത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ ഇതിന് സെപ്പറേറ്റ് തന്നെ ഒരു വീഡിയോ എടുക്കേണ്ടി വരും. കാരണം ഇതിനെപ്പറ്റി കുറച്ച് പറയാനുണ്ട്. ഇത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതും എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഇത് പറയാനുണ്ട്. പക്ഷെ നല്ല നീറ്റായിരിക്കും നമ്മുടെ പറമ്പെല്ലാം. ഇങ്ങനെ വൃത്തികേടായിട്ട് ഫുഡ് വേസ്റ്റ് ഒന്നും എവിടെയും നമുക്ക് ഇടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ മോൾക്കാണ് ഇപ്പോൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം എപ്പോഴും മുറ്റത്തിറങ്ങുന്നതാണ് ഇഷ്ടം. വീട്ടിലിരിക്കുന്നതേ ഇഷ്ടമല്ല, എപ്പോഴും മുറ്റത്തിറങ്ങുന്നതാണ് ഇഷ്ടം. പിന്നെ എൻ്റെ ഉമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പറമ്പിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനും മറ്റും. കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മയുടെ ഫാമിലിയൊക്കെ ഒരു കൃഷിക്കാരായിരുന്നു പണ്ട്. അപ്പോൾ ഗ്രാൻഡ് പേരൻസൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉമ്മായിക്കുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് ഇതെല്ലാം നട്ടു വളർത്താനും അല്ല. ഇതെല്ലാം കൂടുതലും കൈകാര്യം ചെയ്യുന്നത് ഉമ്മ തന്നെയാണ്. ഞാൻ പിന്നെ ഒന്ന് വെക്കേഷനൊക്കെ പോകുമ്പോൾ അല്ലേ അത് കാണുന്നത്, ഉമ്മ തന്നെയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നതൊക്കെ.
ഇതൊരു ചങ്ങലം പരണ്ട എന്ന് പറഞ്ഞൊരു ചെടിയാണ്. പക്ഷേ ഇത് നല്ല ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. അത് ഉമ്മായിക്കറിയാം. ഇത് വെച്ച് എന്തോ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പറ്റും. കുമ്പളങ്ങയൊക്കെ നല്ലതാ കായ്ച്ച് കിടപ്പുണ്ട്. അത് വിളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറിച്ചേനെയായിരുന്നു. വിളഞ്ഞിട്ടില്ല കുമ്പളങ്ങ. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പറമ്പിൽ കുറച്ച് കാച്ചിലും ചേമ്പും ഒക്കെ കുഴിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ റൂബി ചേട്ടന് കുന്താലിയൊക്കെ ശരിയാക്കുവാണ്. നമ്മളിതിന് കുന്താലി എന്നാണ് പറയുന്നത്. അപ്പോൾ കാച്ചിലൊക്കെ കിളച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കാച്ചിലൊക്കെ വെപ്പിച്ചതൊക്കെ ഉമ്മ തന്നെയാണ്. ഉമ്മ ഈ ചേന, കാച്ചിൽ, ചേമ്പ് ഇതെല്ലാം ഈ പറമ്പിൽ നട്ടു വയ്ക്കാറുണ്ട്. ശരിക്കും ഉണ്ടാവാറുമുണ്ട്. അപ്പോൾ നമ്മളിത് വലിയൊരു കാച്ചിലായിരുന്നു ഇത് കിളച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാച്ചിലൊക്കെ നമ്മൾ ഈ കുന്താലി വെച്ചിട്ട് എടുക്കുമ്പോൾ വെട്ടുകൊള്ളുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിട്ടാണ് ആളിതെല്ലാം ഇളക്കിയെടുത്തത്. അപ്പോൾ വെള്ളം ഒഴിച്ച് കുതിർത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഇതൊന്നും വെട്ടുകൊള്ളാതെ നമുക്ക് നല്ലതായിട്ടിത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ആളങ്ങനെയാണ് ഈ കാച്ചിലൊക്കെ ഇളക്കിയെടുത്തത്. അത്യാവശ്യം വലിപ്പമുള്ള വലിയ 2 കാച്ചിലാണ് കിട്ടിയത്. കണ്ടില്ലേ, വലിയൊരു കാച്ചിൽ തന്നെ നമുക്ക് കിട്ടി. നമ്മളിത് നട്ട് വെച്ചിട്ട് ഇങ്ങനെ കിളിച്ച് എടുക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. നമ്മൾ ഒരു സംഭവം നട്ടൊക്കെ വെച്ച് അതിൽ നിന്ന് ഒരു കായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര ഇത് തന്നെയാണ്. കുറച്ച് പണിപ്പെട്ടു ഇത് ഇളക്കിയെടുക്കാനായിട്ട്. എങ്കിലും കാച്ചിൽ വെട്ട് കൊള്ളണ്ടെന്ന് വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് ആളിത് എടുക്കുന്നത്.
കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ വലിയൊരു കാച്ചിൽ നമുക്ക് വെട്ടൊന്നും കൊള്ളാതെ തന്നെ എടുക്കാനായിട്ട് പറ്റി. പിന്നെ നമ്മൾ ഉമ്മ ചേമ്പൊക്കെ ചേമ്പല്ല കിഴങ്ങ് നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിഴങ്ങാണ് ആൾ ഇളക്കിയെടുത്തത്. അതും ഇതേപോലെ വെള്ളം ഒഴിച്ചിട്ടിട്ട് ആണ് ഇളക്കിയെടുത്തത്. അല്ലെങ്കിൽ ഈ വെട്ട് കൊള്ളും, നമ്മുടെ ഈ കുന്താലി വെച്ച് കിളയ്ക്കുമ്പോഴേ അതിൻ്റെ വെട്ട് കൊള്ളുന്നതുകൊണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ അത് കുതിരുമല്ലോ, കുതിരുമ്പോൾ പിന്നെ വേഗം ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുഴുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുമെന്ന് എനിക്കറിയില്ല. പുഴുക്കെന്ന് പറഞ്ഞൊരു ഇതുണ്ട്, അത് ഞാൻ ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും പുഴുക്കിൻ്റെ. ഈ കിഴങ്ങിനും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കിഴങ്ങ് കുറേ ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കുഴിച്ചു വെച്ചതാണ് കിഴങ്ങൊക്കെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ കാച്ചിൽ വെള്ളം ഒഴിച്ചിട്ടതുപോലെ തന്നെ കിഴങ്ങും ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ടെങ്കിൽ നമുക്ക് ഈ വെട്ട് കൊള്ളാതെ ഇത് എടുക്കാനായിട്ട് പറ്റും. അതിനാണ് ആളിങ്ങനെ ചെയ്യുന്നത്. നല്ല വലിയൊരു കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. വെറുതെ നട്ട് വെച്ചാൽ മതി, നമ്മളത് നല്ല കിളിച്ചോളും.
പിന്നെ ഉമ്മയ്ക്ക് ചീര കൃഷി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള സ്ഥലമൊക്കെ ആൾ ശരിയാക്കുകയാണ്, കിളച്ചൊക്കെ ഇടുകയാണ്. ചീര വിത്ത് പാകണം എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ ചീര വിത്ത് പാകാനുള്ള സ്ഥലമൊക്കെ നല്ല കിളച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാക്കുണ്ടെന്ന്, അടയ്ക്കാമരം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് കുറേ പാക്കൊക്കെ കൂടുതലും ഇങ്ങനെ പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ പിന്നെ ഇവിടെ വന്ന് വൃത്തിയാക്കലൊക്കെ ചെയ്യുമ്പം പിന്നെ അതും കൂടെ നമ്മൾ പാക്കും കൂടെ പറിക്കാറുണ്ട്. അപ്പം എന്താ, ഇവിടെ നമ്മുടെ വലിയൊരു പ്ലാവുണ്ട് ഇവിടെ അതിൽ നമ്മൾ ചക്കയൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മളിന്ന് പറമ്പിൽ നിന്ന് കിളച്ചൊക്കെ എടുത്തത്. കുറച്ച് കാച്ചിലും അതേപോലെ തന്നെ ചേമ്പും പിന്നെ കിഴങ്ങും പിന്നെ കുറച്ച് പാക്കും ഒക്കെയാണ്. ചില സമയങ്ങളിൽ ഇഷ്ടംപോലെ കുരുമുളക് കിട്ടാറുണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കിട്ടിയത് ഇത്രയൊക്കെ ഉള്ള സാധനങ്ങളാണ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ് ചെയ്യുക. സബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.